പ്രിയ വിദ്യാർത്ഥികളെ, ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ണർ വരുന്ന സമയത്ത് ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ആണ്. ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ആണ്. 2-3 ടോപ്പിക്കുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26. അതെന്താണെന്ന് നമുക്ക് ഇന്ന് പരിചയപ്പെടണം. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഹിഡൻ ഗുഡ്വിൽ. ഹിഡൻ ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് കണ്ടെത്താനുള്ള ഒരു ഇലിസ്ട്രേഷൻ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26, it is related to intangible assets. Goodwill should not be brought into books unless it is paid for, and whenever it is recorded it should be written off over a period. പ്രധാനമായും 2 തരം ഗുഡ്വില്ലാണുള്ളത്. ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്വില്ല്, 2 സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ല്. എന്താണ് പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ? ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസിന്റെ ഗുഡ്വില്ല് വാല്യൂ ചെയ്ത് ആ ഗുഡ്വില്ലിന്റെ വില കൂടി നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഗുഡ്വില്ലിനെയാണ് നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ രേഖപ്പെടുത്താം? നമ്മുടെ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താം. ഏത് സ്റ്റാൻഡേർഡ് പ്രകാരം? ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 പ്രകാരം അത് നമുക്ക് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താം. രണ്ടാമത് നമ്മൾ പഠിച്ച ഗുഡ്വിൽ ഏതാണ്? സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലാണ്. ഇപ്പൊ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാല്യൂ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ ഗുഡ്വില്ല് വാല്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്രീമിയം മെത്തേഡ്, 2 റീവാലുവേഷൻ മെത്തേഡ്. പ്രീമിയം മെത്തേഡ് എപ്പോഴാണ് ഫോളോ ചെയ്തത്? പുതിയതായി വരുന്ന പാർട്ണർ ക്യാപിറ്റലിന് പുറമെ പ്രീമിയം എമൗണ്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വില്ല് കൊണ്ടുവരികയാണെങ്കിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് പ്രീമിയം മെത്തേഡ്. പ്രീമിയം മെത്തേഡിൽ നമ്മൾ ഏത് അക്കൗണ്ട് റൈസ് ചെയ്യുന്നില്ല? ഗുഡ്വിൽ അക്കൗണ്ട് റൈസ് ചെയ്യുന്നില്ല. അയാൾ കൊണ്ടുവരുന്ന എമൗണ്ട് സാക്രിഫൈസിങ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രീമിയം മെത്തേഡ് ഗുഡ്വിൽ അക്കൗണ്ട് റൈസ് ചെയ്യാത്തത് കൊണ്ട് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കത് ആക്സെപ്റ്റബിൾ ആണ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? റീവാലുവേഷൻ മെത്തേഡ്. എപ്പോഴാണ് റീവാലുവേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്? പുതിയതായിട്ട് വരുന്ന പാർട്ണർ ഗുഡ്വിൽ എമൗണ്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഷെയർ ഓഫ് ഗുഡ്വില്ല് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അഡ്മിഷന്റെ സമയത്തുള്ള ഗുഡ്വില്ല് വാല്യൂ ചെയ്യും. അത്രയും എമൗണ്ടിനുള്ള ഒരു ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അതല്ലെങ്കിൽ ഒരു ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ റൈസ് ചെയ്യും. ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ റീവാലുവേഷൻ മെത്തേഡിൽ റൈസ് ചെയ്തിട്ടുള്ള ഗുഡ്വിൽ അക്കൗണ്ടിനെ പുതിയ പാർട്ണർ വന്നതിന് ശേഷം റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീവാലുവേഷൻ മെത്തേഡും ഏത് സ്റ്റാൻഡേർഡ് പ്രകാരം ആക്സെപ്റ്റബിൾ ആവും? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 പ്രകാരം ആക്സെപ്റ്റബിൾ ആവും. എങ്ങനെയാണ് ഗുഡ്വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്? ദിസ് ഈസ് ഡൺ ബൈ ക്രെഡിറ്റിംഗ് ദ ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് ഡെബിറ്റിംഗ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ആൾ പാർട്ണേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ന്യൂ പാർട്ണർ ഇൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റിവാലുവേഷൻ മെത്തേഡിൽ റൈസ് ചെയ്തിട്ടുള്ള ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് പുതിയ പാർട്ണർ വന്നതിന് ശേഷമാണ്. അപ്പോൾ പുതിയ പാർട്ണർ വന്നതിന് ശേഷം എല്ലാ പാർട്ണേഴ്സിന്റെ അക്കൗണ്ടും ഡെബിറ്റ് ചെയ്യണം. ഗുഡ്വിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ റൈസ് ചെയ്തിട്ടുള്ള ഗുഡ്വിൽ അക്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ റിവാലുവേഷൻ മെത്തേഡും ഏത് സ്റ്റാൻഡേർഡ് പ്രകാരം ആക്സെപ്റ്റബിൾ ആണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 പ്രകാരം ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഗുഡ്വില്ല് റൈസ് ചെയ്ത് ഗുഡ്വില്ല് റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു ഇലിസ്ട്രേഷൻ നമുക്ക് പരിചയപ്പെടാം. A and B are partners sharing profits and losses equally. They admit C into partnership and the new ratio is fixed as 4:3:2. C is unable to bring anything for goodwill but brings ₹25,000 as capital. Goodwill of the firm is valued at ₹18,000. Give the necessary journal entries assuming that the partners do not want goodwill to appear in the balance sheet. ഇവിടെ എയും ബിയും ആണ് പാർട്ണേഴ്സ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. സി ആണ് പുതിയതായിട്ട് വരുന്ന പാർട്ണർ.
അങ്ങനെ സി വന്നു കഴിഞ്ഞാൽ പുതിയ റേഷ്യോ ഏതാണ്? 4:3:2. ദെൻ സി ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരുന്നില്ല. പക്ഷെ എന്ത് കൊണ്ടുവരുന്നുണ്ട്? 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ദെൻ പുതിയ പാർട്ണർ വരുന്ന സമയത്ത് ഗുഡ് വില്ല് വാല്യൂ ചെയ്തിട്ടുണ്ട്. 18,000 ആണ് ഗുഡ് വില്ലിന്റെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രികൾ എഴുതണം. പുതിയ ബാലൻസ് ഷീറ്റിൽ ഈ ഗുഡ് വിൽ അക്കൗണ്ട് വരാൻ പാടില്ല. ഇപ്പൊ റിവാലുവേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ അക്കൗണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ വരും. അതുകൊണ്ട് പുതിയ പാർട്ണർ വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുഡ് വിൽ അക്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കാണില്ല? പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ വരുന്നില്ല. ഈ ഇലിസ്ട്രേഷനിൽ വരുന്ന ജേണൽ എൻട്രികൾ എന്തൊക്കെയാണ്? ആദ്യം സി ബ്രിങ്സ് ഇൻ ₹25,000 ആസ് ക്യാപിറ്റൽ. 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതണം. രണ്ടാമത് റീവാലുവേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് 18,000 റുപ്പീസിന്റെ ഗുഡ് വിൽ അക്കൗണ്ട് നമ്മൾ റൈസ് ചെയ്യണം. ഗുഡ് വിൽ അക്കൗണ്ട് ടു ബി റൈസ്ഡ് വിത്ത് ₹18,000 ബൈ ക്രെഡിറ്റിംഗ് ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ ദാറ്റ് ഈസ് 1:1. അങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് പാർട്ണേഴ്സിനെ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? പുതിയ പാർട്ണർ വന്നതിന് ശേഷം ഈ ഗുഡ് വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ് വിൽ അക്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ബൈ ഡെബിറ്റിംഗ് എ, ബി ആൻഡ് സി ഇൻ ന്യൂ റേഷ്യോ ദാറ്റ് ഈസ് 4:3:2. ഇപ്പൊ പുതിയ റേഷ്യോയിൽ 3 പാർട്ണേഴ്സിനെയും ഡെബിറ്റ് ചെയ്ത് നേരത്തെ റൈസ് ചെയ്തിട്ടുള്ള 18,000 ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്താം. ഇവിടെ 3 ജേണൽ എൻട്രികളാണ് എഴുതാനുള്ളത്. ആദ്യത്തെ ജേണൽ എൻട്രി സി ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 25,000. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം 25,000. നരേഷൻ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ സി. രണ്ടാമത് ചെയ്യേണ്ടത് 18,000 റുപ്പീസിന്റെ ഗുഡ് വിൽ അക്കൗണ്ട് റൈസ് ചെയ്യണം. അതിന്റെ റൈസ് ചെയ്യുമ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം 18,000. ദെൻ ഓൾഡ് പാർട്ണേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1:1. അപ്പോൾ 9,000 എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. 9,000 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. നരേഷൻ ഗുഡ് വിൽ റൈസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ. ഇനി പുതിയ പാർട്ണർ വന്നതിന് ശേഷം ഈ ടോട്ടൽ ഗുഡ് വില്ലിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ് വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ണേഴ്സിനെയും ഡെബിറ്റ് ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് 18,000. ഈ 18,000നെ 3 പാർട്ണേഴ്സും ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യേണ്ടത് 4:3:2. അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എത്രയാണ്? 18,000 ഇൻറ്റു 4/9 ദാറ്റ് ഈസ് 8,000. ബിയുടെ ഷെയർ 18,000 ഇൻറ്റു 3/9 ദാറ്റ് ഈസ് 6,000. സിയുടെ ഷെയർ 18,000 ഇൻറ്റു 2/9 ദാറ്റ് ഈസ് 4,000. ഇങ്ങനെ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഗുഡ് വില്ല് ആദ്യം റൈസ് ചെയ്തു. ദെൻ പുതിയ പാർട്ണർ വന്നതിന് ശേഷം ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ ഗുഡ് വില്ല് അക്കൗണ്ട് എവിടെ വരില്ല? പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഗുഡ് വില്ല് അക്കൗണ്ട് വരുന്നില്ല. ഇങ്ങനെയാണ് ജേണൽ എൻട്രികൾ എഴുതേണ്ടത്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ വെൻ പാർട്ണേഴ്സ് ഡിസൈഡ് നോട്ട് ടു ഷോ ഗുഡ് വിൽ എനിവെയർ ഇൻ ദ ബുക്സ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ണേഴ്സ് ഗുഡ് വിൽ അക്കൗണ്ട് ഒരിക്കലും നമ്മുടെ ബുക്കുകളിൽ വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. റിവാലുവേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഗുഡ് വിൽ അക്കൗണ്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് പാർട്ണേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? In this case, just one entry can be passed by debiting the new partner's capital account with his share of goodwill and crediting the old partner's capital account in their ratio of sacrifice. ഇങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ട് ഒരിക്കലും ജേണൽ എൻട്രികളിലോ ലെഡ്ജർ അക്കൗണ്ടിലോ വരാൻ പാടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എമൗണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും എമൗണ്ട് ആ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് അത് ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് ജേണൽ എൻട്രി വരാൻ നോക്കാം. ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്പോൾ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ഓഫ് ഗുഡ് വില്ല് നമ്മൾ റെഡ്യൂസ് ചെയ്യും, കുറച്ചെഴുതും. അത്രയും എമൗണ്ട് ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ട് റൈസ് ചെയ്യാതെ നമുക്ക് ഗുഡ് വില്ലിന് എന്ത് ചെയ്യാൻ കഴിയും? ട്രീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇലിസ്ട്രേഷൻ നമുക്ക് പരിചയപ്പെടാം. A and B are partners sharing profits and losses equally. They admit C into partnership for 1/3 share in profits. എയും ബി ആണ് പാർട്ണേഴ്സ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. പുതിയതായിട്ട് വരുന്ന പാർട്ണർ സി ആണ്. അയാളുടെ ഷെയർ എത്രയാണ്? 1/3 സിക്ക് കിട്ടുന്നത്. സി ഈസ് അണേബിൾ ടു ബ്രിങ് എനിത്തിങ് ഫോർ ഗുഡ് വിൽ ബട്ട് ബ്രിങ്സ് ₹50,000 ആസ് ക്യാപിറ്റൽ. സി ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല, പക്ഷേ ക്യാപിറ്റൽ എത്ര കൊണ്ടുവരുന്നുണ്ട്? 50,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹30,000. പുതിയ പാർട്ണർ ആയിട്ടുള്ള സി വരുന്ന സമയത്ത് എത്രയാണ് ഗുഡ് വിൽ വാല്യൂ? 30,000 ആണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്തിട്ടുള്ളത്. ഗിവ് ദ നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിംഗ് ദാറ്റ് ദ പാർട്ണേഴ്സ് ഡിസൈഡഡ് നോട്ട് ടു ഷോ ഗുഡ് വിൽ അക്കൗണ്ട് എനിവെയർ ഇൻ ദ ബുക്സ്. എനിവെയർ ഇൻ ദ ബുക്സ് എന്ന് പറയുമ്പോൾ നോട്ട് ഈവൻ ഇൻ ദ ജേണൽ ആൻഡ് ലെഡ്ജർ. ഇപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ജേണലിലും വരാൻ പാടില്ല, ദെൻ ലെഡ്ജറിലും വരാൻ പാടില്ല. ഇപ്പോൾ ഈ ഇലുസ്ട്രേഷനിൽ എന്തൊക്കെ ജേണൽ എൻട്രികൾ എഴുതേണ്ടി വരും? ആദ്യം പുതിയ പാർട്ണർ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. സി ബ്രിങ്സ് ഇൻ ₹50,000 ആസ് ക്യാപിറ്റൽ. അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ രേഖപ്പെടുത്തണം. ഇനി ചെയ്യേണ്ടത് പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ് വില്ല്? 30,000ന്റെ 1/3. ഇപ്പോൾ സി ഷെയർ ഓഫ് ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 30,000 into 1/3 is equal to 10,000. അപ്പോൾ 10,000 സി ഗുഡ് വില്ലിന്റെ ഷെയർ കൊണ്ടുവരേണ്ടത്. പക്ഷെ അത് ആര് കൊണ്ടുവരുന്നില്ല? സി കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇത്രയും എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? ഓൾഡ് പാർട്ണേഴ്സിന് അല്ലെങ്കിൽ സാക്രിഫൈസിംഗ് പാർട്ണേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി എഴുതേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് ടു ബി അഡ്ജസ്റ്റഡ് ഫോർ ഷെയർ ഓഫ് ഗുഡ് വിൽ. ക്യാപിറ്റൽ അക്കൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ ഡെബിറ്റിംഗ് സി, സിയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ക്രെഡിറ്റിംഗ് എ ആൻഡ് ബി, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിൽ? ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ, ദാറ്റ് ഈസ് 1:1. നമുക്ക് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്താം. ഇവിടെ 2 ജേണൽ എൻട്രികളാണ് എഴുതാനുള്ളത്. ആദ്യം സി കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം 50,000 to C's capital account 50,000. Narration capital brought in by C. Then സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10,000 ആണ് സിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല്. ഈ 10,000നെ ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സാക്രിഫൈസിംഗ് റേഷ്യോ 1:1 ആണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് 1:1 കിട്ടിയത്? ഈ പ്രോബ്ലത്തിൽ സാക്രിഫൈസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഓൾഡ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ 1:1 എന്നുള്ള റേഷ്യോയിൽ ഈ 10,000 റുപ്പീസ് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 10,000, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. 1:1 ആണ്. 5,000 എയുടെ അക്കൗണ്ടിലേക്കും 5,000 ബിയുടെ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യണം. നരേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ സീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഇങ്ങനെയാണ് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. ഈ പ്രോബ്ലത്തിൽ ഗുഡ് വിൽ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹിഡൻ ഗുഡ് വിൽ. സംടൈംസ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് നോട്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് ഹാസ് ടു ബി ഇൻഫേർഡ് ഫ്രം ദി അറേഞ്ച്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അഡ്മിഷന്റെ സമയത്ത് എന്ത് തരാറില്ല? ഗുഡ് വിൽ എമൗണ്ട് തരാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ഗുഡ് വില്ലിനെയാണ് നമ്മൾ ഹിഡൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. 2, പുതിയ പാർട്ണർക്ക് അനുവദിച്ചിട്ടുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റും പുതിയ പാർട്ണറുടെ ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ഹിഡൻ ഗുഡ് വില്ല് കണ്ടെത്താൻ കഴിയും. ഹിഡൻ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഒരു ഇലുസ്ട്രേഷന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. സുനിൽ ആൻഡ് ഷമീർ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Their capitals were ₹80,000 and ₹50,000 respectively.
ഇപ്പൊ സുനിലും ഷമീറുമാണ് പാർട്ട്നേഴ്സ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അവർ രണ്ടുപേരുടെയും ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? സുനിലിന്റെ ക്യാപിറ്റൽ 80,000 ആണ്, ഷമീറിന്റെ ക്യാപിറ്റൽ 50,000 ആണ്. ദേ അഡ്മിറ്റഡ് തോമസ് ആസ് എ ന്യൂ പാർട്ണർ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. തോമസ് ആണ് അവരുടെ പുതിയ പാർട്ണർ. അയാൾക്ക് കൊടുക്കുന്നത് എത്രയാണ്? 5/1 ഷെയർ ആണ് തോമസിന് പേര് അനുവദിക്കുന്നത്. തോമസ് ബ്രോട്ട് ഇൻ ₹60,000 ആസ് ഹിസ് ക്യാപിറ്റൽ. തോമസ് ക്യാപിറ്റലായിട്ട് എത്ര കൊണ്ടുവരുന്നുണ്ട്? 60,000 രൂപ കൊണ്ടുവരുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ആൻഡ് റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഓൺ അഡ്മിഷൻ. അപ്പൊ അഡ്മിഷന്റെ സമയത്തുള്ള ജേണൽ എൻട്രികൾ എഴുതണം. അതുപോലെ തന്നെ ഗുഡ് വില്ല് നമ്മൾ വാല്യൂ ചെയ്യണം. ഈ ഇലിസ്ട്രേഷനിൽ അഡ്മിഷന്റെ സമയത്തുള്ള ഗുഡ് വില്ല് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഹിഡൻ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം എഴുതേണ്ടത് പുതിയ പാർട്ണറുടെ ക്യാപിറ്റലാണ്. എത്രയാണ് പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ? തോമസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 60,000. ദെൻ തോമസിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? തോമസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1/5. തോമസിന് കിട്ടുന്നത് 5/1 ഷെയർ ആണ്. അങ്ങനെ ഒരു ഷെയറിന് വേണ്ടി തോമസ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണ്? 60,000 രൂപയാണ്. ഈ ബിസിനസ്സിലുള്ള ആകെ ഷെയർ എത്രയാണ്? 5 ഷെയറുകളുണ്ട്. അതിൽ ഒരു ഷെയറാണ് തോമസിന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഷെയറിന് വേണ്ടിയിട്ടാണ് തോമസ് 60,000 രൂപ കൊണ്ടുവന്നിട്ടുള്ളത്. തോമസിന്റെ ക്യാപിറ്റലും തോമസിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്ര വരും? 60,000 ഇൻറ്റു 5. ഒരു ഷെയർ 60,000 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 5 ഷെയർ ആണെങ്കിൽ എത്ര ക്യാപിറ്റൽ വരും? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഇസ് ഈക്വൽ ടു 60,000 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 3 lakh. അപ്പോൾ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ പ്രകാരം ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്ര വരണം? 3 lakh വരണം. ദെൻ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ സുനിലിന്റെ ക്യാപിറ്റൽ 80,000 വരുന്നുണ്ട്. ഷമീറിന്റെ ക്യാപിറ്റൽ 50,000 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. തോമസിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 60,000 ആണ് അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എത്ര വരും? ആക്ച്വൽ ടോട്ടൽ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 80,000 പ്ലസ് 50,000 പ്ലസ് 60,000 ഇസ് ഈക്വൽ ടു 1,90,000. ഈ ഇലിസ്ട്രേഷനിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 3 ലക്ഷത്തിൽ നിന്നും ദെൻ ആക്ച്വൽ ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 1,90,000 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗുഡ് വില്ല് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 3 lakh മൈനസ് 1,90,000 ഇസ് ഈക്വൽ ടു 1,10,000. 1,10,000 ആണ് ഇവിടെ ഹിഡൻ ഗുഡ് വില്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പ്രോബ്ലം റീവാലുവേഷൻ മെത്തേഡിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ 1,10,000 രൂപയുടെ ഗുഡ് വിൽ അക്കൗണ്ട് നമ്മൾ റൈസ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലോ പുതിയ പാർട്ണറുടെ ഗുഡ് വില്ലിന്റെ ഷെയർ കണ്ടെത്തണം. ദെൻ ആ ഗുഡ് വിൽ ഷെയർ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ആരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? ഓൾഡ് പാർട്ണേഴ്സിന്റെ സുനിലിന്റെയും ഷമീറിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തോമസിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണ്? 1,10,000 5/1 തോമസിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ. തോമസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 1,10,000 ഇൻറ്റു 1/5 ഇസ് ഈക്വൽ ടു 22,000. 22,000 രൂപയാണ് തോമസ് കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ് വില്ല്. ഈ പ്രോബ്ലം നമുക്ക് റിവാലുവേഷൻ മെത്തേഡിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡിലും നമുക്ക് ചെയ്യാം. ആദ്യം എഴുതേണ്ടത് തോമസ് ക്യാപിറ്റൽ കൊണ്ടുവന്നതിനുള്ള ജേണൽ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം 60,000. ക്രെഡിറ്റ് ചെയ്യേണ്ടത് തോമസ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. നരേഷൻ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ തോമസ്. ദെൻ റിവാലുവേഷൻ മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ 1,10,000 രൂപയുടെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? റൈസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം 1,10,000. ദെൻ ഓൾഡ് പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യണം. ആരൊക്കെയാണ്? സുനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ഷമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. 1,10,000 രൂപയെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1,10,000 ഇൻറ്റു 3/5 66,000 ആണ് സുനിലിന് കിട്ടുന്ന ഷെയർ. 1,10,000 ഇൻറ്റു 2/5 44,000 ആണ് ഷമീറിന് കിട്ടുന്ന ഷെയർ. ഈ രണ്ടാമത്തെ ജേണൽ എൻട്രിക്ക് പകരം നമുക്ക് എങ്ങനെയും വർക്കൗട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തോമസിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും എമൗണ്ട് തോമസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും സുനിലിന്റെയും ഷമീറിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ദാറ്റ് ഈസ് rupees 22,000 in sacrificing ratio that is 3:2. ഓർ എന്ത് ചെയ്യണം, തോമസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അയാൾ കൊടുക്കേണ്ട ഷെയർ എത്രയാണ്? 22,000 ആണ്. ദെൻ സുനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, ഷമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെയും സാക്രിഫൈസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഓൾഡ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ സുനിലിന്റെ ഷെയർ 22,000 into 3/5 13,200. ഷമീറിന്റെ ഷെയർ 22,000 into 2/5 that is 8,800. നരേഷൻ എഴുതേണ്ടത് ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഈ പ്രോബ്ലം നമ്മൾ രണ്ട് രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത്. ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ മാറ്റം വരുന്നില്ല. രണ്ടാമത്തെ ജേണൽ എൻട്രി നമ്മൾ റീവാലുവേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ അക്കൗണ്ടിനെ റൈസ് ചെയ്തു. അതിന് പകരം തോമസിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26, ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26. അതിൽ പറയുന്നത് എന്താണ്? പർച്ചേസർ ഗുഡ് വിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ദെൻ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിഡൻ ഗുഡ് വില്ല്. അഡ്മിഷൻ്റെ സമയത്ത് ഗുഡ് വില്ലിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പാർട്ണറുടെ ക്യാപിറ്റലും പുതിയ പാർട്ണറുടെ ഷെയറും പരിഗണിച്ചുകൊണ്ട് ഹിഡൻ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അതിനാവശ്യമായിട്ടുള്ള ജേണൽ എൻട്രികൾ നമ്മൾ രേഖപ്പെടുത്തണം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല് ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ദെൻ ഈ ചാപ്റ്ററിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.